ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ നാളെയാണ് നടക്കുക. അതുകൊണ്ട് ഇന്നിപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിൽ 4 പേരുടെയും മൃതദേഹം എത്തിക്കുമെന്ന വിവരങ്ങൾ കൂടിയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ബിനീഷിന്റെ സുഹൃത്തു കൂടി നമ്മളൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, ബിനീഷിന്റെ സുഹൃത്താണ്, എങ്ങനെ വിവരം അറിഞ്ഞത്? നാട്ടിൽ നിന്ന് അവിടെയുള്ള ആളുകൾ വിവരം അറിയിച്ചതാണ്. അതിൻ്റെ പ്രകാരം ഞാൻ ഇവിടെ വന്നു നോക്കിയത്. അപ്പോൾ ഈ സംഭവ സ്ഥലത്തേക്ക് പോയ ആളുകൾ എന്താ കാര്യങ്ങൾ എന്തൊക്കെയാ പറഞ്ഞത്? എന്താണ് അപകട കാരണം? അങ്ങനെ എന്ത് സംബന്ധിച്ച് വ്യക്തത വന്നിട്ടുണ്ടോ? സംഭവ സ്ഥലത്തുള്ള ആളുകൾ ഇതുവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ നാട്ടിലുള്ള ആളുകളോടുള്ള കോൺടാക്റ്റുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവിടെ എത്തിപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ സംഭവം യാഥാർത്ഥ്യമാണെന്ന് മനസ്സിൽ കഴിയുന്നില്ല. അപ്പോൾ അത് യാഥാർത്ഥ്യമാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അത് ഭയങ്കര നെട്ടലോടെയാണ് ഈ വാർത്ത തന്നെ ഞങ്ങളെ സംബന്ധിച്ചോളം. സഖാവ് ബിനീഷ് പറഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ച് DYFIയിൽ പ്രവർത്തിച്ച സഖാവാണ്. ബിനീഷിൻ്റെയൊക്കെ വാർത്ത വളരെയധികം നെട്ടലോടെയാണ് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഞാൻ വേറെ ആവശ്യത്തിന് കോളേജിൽ വന്നതാണ്. ഇപ്പോഴാണ് ഈ വാർത്ത അറിഞ്ഞതുള്ളത്. റിജിത്ത്, ബിനീഷിന്റെ സുഹൃത്താണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ദുരിതം അതിങ്ങനെ ഓരോ ദിവസം മാറി മാറി വരുന്ന കാഴ്ചകൾ കൂടിയാണ് കാണുന്നത്. ഇന്നിപ്പോൾ അവിടെ കടുവാക്രമണമൊക്കെ ഉണ്ടായി വലിയ ആളുകളെല്ലാം വലിയ ദുഃഖത്തിലും അങ്ങനെയൊക്കെ പോകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് നാടിനെ നടക്കുന്ന മറ്റൊരു ദുരന്തം കൂടി തേടിയെത്തിയിരിക്കുന്നത്. 24 പേരടങ്ങുന്ന സംഘം യാത്ര പുറപ്പെട്ടു. അങ്ങനെ അതിൽ 4 പേരാണ് ഇപ്പോൾ മരണത്തിന് കീഴടങ്ങിയിട്ടുള്ളത്. ചേട്ടൻ അവിടെ കുറെ കാലമായി വർക്ക് ചെയ്യുന്ന ആളുകൾ കൂടിയാണല്ലോ. അപ്പൊ എങ്ങനെയാണ്? അല്ല, ഞങ്ങൾ ഹോസ്പിറ്റലിലാണ് എത്തിയത്. അവിടെ തിക്കോടി എത്തിയില്ല. ഞാൻ സിവിൽ ഡിഫൻസ് വളണ്ടിയറാണ്. പിന്നെ 4:30 കൂടിയാണ് നമുക്ക് മെസ്സേജ് വരുന്നത്, ഫയർഫോഴ്സിൽ നിന്ന് മെസ്സേജ് വരുന്നത്, ഇങ്ങനെ ഒരു അവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ ഉടനെ തന്നെ നമ്മൾ തിക്കോടിയിലേക്ക് പോകുന്ന വഴിയിൽ കൊയിലാണ്ടി താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് ബോഡി എത്തിയെന്ന് പറഞ്ഞപ്പോൾ അവിടെ വന്നിട്ട് പിന്നെ അവിടെ സഹായങ്ങളാണ് ചെയ്തത്. അവിടുന്ന് ഫയർഫോഴ്സ് എന്താണ് വിവരം നിങ്ങളെ അറിയിച്ചത്? ഫയർഫോഴ്സ് ഇങ്ങനെ ഒരു കടലിൽ കുളിക്കാൻ ഇറങ്ങിയ 4 ആൾ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജാണ് നമുക്ക് വരുന്നത്. ലൈഫ് ഗാർഡൊക്കെ ഉള്ള സ്ഥലമാണ്. ലൈഫ് ഗാർഡൊക്കെ ഉള്ള സ്ഥലമാണ്. ഈ തെരച്ചിൽ നടത്തിയത്, ഇവരെ രക്ഷാപ്രവർത്തനം നടത്തിയതൊക്കെ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലും നാട്ടുകാരും ഫയർഫോഴ്സും കൂടി ചേർന്നിട്ടാണ് അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയത്. അത്യാവശ്യം തിരക്കുള്ള ഒരു ബീച്ചാണ്. അവിടെ ഇപ്പോൾ പിന്നെ ഇത് ബീച്ച് ഡ്രൈവ് ഉണ്ടല്ലോ, അതുകൊണ്ട് അതിപ്പോൾ പ്രചാരണത്തിൽ വന്നിട്ട് അവിടേക്ക് കുറേ ആൾക്കാർ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞായറാഴ്ച അതിനെ കൊണ്ട് കുറേ തിരക്കുണ്ടായിരുന്നു. അത് വയനാട്ടിൽ നിന്ന് വന്ന ഒരു 24 ആൾ അടങ്ങുന്ന സംഘമാണ് പിന്നെ വന്നത്. ഇന്നിപ്പോ ഞായറാഴ്ച ദിവസമായാണ് കൂടുതൽ ആൾക്കാർ തിരക്കുണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ട് രക്ഷാപ്രവർത്തനം അതായത് ഈ 4 പേരെയും വേഗത്തിൽ കണ്ടെത്താൻ സാധിച്ചല്ലേ? അതാണ്. ഇന്നിപ്പോൾ ഞായറാഴ്ച ദിവസമായതുകൊണ്ട് വലിയ തിരക്കുണ്ടായിരുന്നു. 4 പേർ കാണാതായി എന്നുള്ള വിവരം കൂടെയുള്ള ആളുകൾ തന്നെയാണ് ഫയർഫോഴ്സിനെയും ഒപ്പം തന്നെ നാട്ടുകാരെയും അറിയിച്ചത്. അതുമാത്രമല്ല, ലൈഫ് ഗാർഡും അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വളരെ വേഗത്തിൽ ഈ 4 പേരെയും കണ്ടെത്താൻ സാധിച്ചു. പക്ഷേ 4 പേരുടെയും ജീവൻ രക്ഷിക്കാനായില്ല എന്നതാണ് അതിദാരുണമായ സംഭവം. 3 പേരും സംഭവ സ്ഥലത്ത് തന്നെ വെച്ച് തന്നെ മരിച്ചു. 3 പേരുടെ മൃതദേഹങ്ങളാണ് കടലിൽ നിന്നും കണ്ടെത്തിയത്. തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് ഫൈസൽ മരിക്കുന്നത്. അതുകൊണ്ട് ഫൈസലിന്റെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നതേ ഉള്ളൂ. ഫൈസലിനെ നന്ദിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് ആദ്യം മാറ്റിയത്. ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരണം സംഭവിക്കുകയായിരുന്നു എന്നാണ് നമ്മളെ അറിയിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും അതിദാരുണമായ സംഭവത്തിൽ കൽപ്പറ്റ സ്വദേശികളായ ബിനീഷ് 40 വയസ്സ്, വാണി 32 വയസ്സ്, അനീസ 35 വയസ്സ്, ഒപ്പം തന്നെ ഫൈസൽ, അങ്ങനെ 4 പേരാണ് മരിച്ചിട്ടുള്ളത്. റിജിത്ത്, രാഹുൽ, ഈ കടൽ വലിഞ്ഞു നിൽക്കുകയാണ് എന്നുള്ളതൊന്നും പെട്ടെന്നൊരു സഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് അവർക്ക് മനസ്സിലാവുന്ന കാര്യമല്ല. നാട്ടുകാർക്കൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ മനസ്സിലാവും. ഇവിടെ ലൈഫ് ഗാർഡൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. എന്താണ് ഇങ്ങനെ ഒരു അപകടത്തിലേക്ക് കാര്യങ്ങൾ പോയതെന്ന് സംബന്ധിച്ച് നാട്ടുകാരെന്തെങ്കിലും വിശദീകരിക്കുന്നുണ്ടോ രാഹുൽ? റിജിത്ത്, ഈ ബീച്ചിനെ കുറിച്ച് നമ്മളൊക്കെ ഒരുപക്ഷെ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അടുത്ത കാലത്ത് പ്രചാരത്തിൽ വന്നൊരു ബീച്ച് കൂടിയാണ്. അതിന് കാരണം ഈ റോഡ് കൂടിയാണ്. ഈ റോഡ് വളരെ മികച്ച ബീച്ചിനോട് ചേർന്ന് ഉള്ള ഒരു റോഡ് കൂടിയാണ്. അപ്പോൾ ഈ ആകാശ ദൃശ്യങ്ങളൊക്കെ പുറത്ത് വരുമ്പോൾ ഈ തിരമാലകൾ ഇങ്ങനെ അടിക്കുന്നു, ആ റോഡിലൂടെ യാത്ര ചെയ്യുന്നു, വാഹനത്തിലൂടെ യാത്ര ചെയ്തുകൊണ്ട് കടലിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാം എന്ന തരത്തിലൊക്കെ റീലുകൾ പുറത്ത് വന്നിരുന്നു. അങ്ങനെയാണ് ഈ തിക്കോടിയിലെ ഈ അപകടം നടന്ന ബീച്ചിനെ കുറിച്ച് പുറം ലോകം കൂടുതലായി അറിഞ്ഞു വരുന്നത്. അതുകൊണ്ട് മുമ്പ് ഈ ഓൾ ഇന്ത്യ സൂചിപ്പിച്ച പോലെ തന്നെ അടുത്ത കാലത്ത് പ്രചാരത്തിൽ വന്ന ഒരു ബീച്ച് കൂടിയാണ്. അതുകൊണ്ട് ദൂര സ്ഥലങ്ങളിൽ നിന്ന് ഉൾപ്പെടെ ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഒരുപക്ഷെ ഈ കടലിന്റെ സ്വഭാവം അറിയില്ലാത്ത ആളുകൾ കടൽ ഉൾവലിഞ്ഞാലും കൂടുതൽ ഉള്ളിലേക്ക് ഇറങ്ങി പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. ഇന്നത്തെ ഈ അപകടത്തിന് കാരണം ഒരുപക്ഷെ അതാകാം. അല്പം മുമ്പ് കാനത്തിൽ ജമീല MLA യുമായി നമ്മൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ ലൈഫ് രാഹുൽ തുടരുകയും